വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കിട്ടിയ കാര്യം പറഞ്ഞു, അത് നട്ട കാര്യം പറഞ്ഞു, ഇല്ല മറന്നുപോയി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ നട്ട കാര്യമാണ്. അപ്പൊ നമ്മുടെ വാലന്റൈൻസ് ഗിഫ്റ്റ് ആയിട്ടുള്ള റോസ് ചെടിക്ക് നല്ല രീതിയിൽ വളരണമെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റീപോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല ചുവന്ന മണ്ണാണ്, പിന്നെ പൂഴി, പിന്നെ ആ കറുത്ത മണ്ണ് പറയുന്നത് നമ്മുടെ ടെറസിൽ ഇലയൊക്കെ വീണാൽ ഉണ്ടാവില്ലേ, അത് ഞാൻ ചെത്തിക്കോരി എടുത്തതാണ്. പിന്നെ കുറച്ച് വെണ്ണി. അധികം ഒരു വളവും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇടാൻ വേണ്ടി പാടില്ല, അത് ഒരിക്കലും റോസിന് ഗുണം ചെയ്യില്ല. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ചട്ടിയിൽ കുറച്ച് ഇലയും കാര്യങ്ങളും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ചകിരിച്ചോറിനൊക്കെ പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താ, റോസ് ചെടിയിൽ കവർ അഴിച്ചിട്ട് അതിലുള്ള മണ്ണിന്റെ അടിഭാഗം കുറച്ച് നമ്മൾ എടുത്ത് കളയുക. കാരണം അത് കുറച്ച് നല്ല കട്ടിയുള്ള മണ്ണായിരിക്കും, അത് അത്ര ബെറ്റർ അല്ല. സോ അതിന്റെ മുകൾ ഭാഗത്തിൽ വേരിന് കാര്യത്തിലും ഒരു പ്രോബ്ലം വരാതെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. എന്നിട്ട് അതിനുശേഷം അത് നടുക. പിന്നെ ഇത് ബഡ്ഡിങ് റോസ് ആണ്. ഒരിക്കലും നിങ്ങൾ ആ സ്റ്റിക്കറിന്റെ മുകളിൽ ഒരിക്കലും മണ്ണ് വരാതെ സൂക്ഷിക്കണം. പിന്നെ അതിന്റെ മുട്ടും പൂവൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചളയാം. കാരണം പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ ആ ചെടിയെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ അതിന് തളരാതെ അതിന് പുതിയ പുതിയ തളിര് വരാൻ വേണ്ടിയിട്ട് ആ മുട്ടുകളെ നമുക്ക് മുറിച്ച് കളഞ്ഞേ പറ്റും. കുറച്ച് വിഷമം ഉണ്ടാക്കും, പക്ഷെ നോ വേ അതർ വേ. അങ്ങനെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇത് വളരണ്ടേ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ബൈ.